മുറിപ്പെടുത്തിയവരെ തള്ളിക്കളയുന്നവരാണ് നമ്മളൊക്കെ. എന്നാൽ കർത്താവ് മുറിപ്പെടുത്തിയവരെ ആരെയും തള്ളിക്കളയാനല്ല, ചേർത്ത് നിർത്താനുള്ളൊരു മനസ്സുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ ഓർക്കുക, ഓരോ പാപവും ചെയ്ത് നമ്മൾ ഓരോരുത്തരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. പത്രോസ് നാക്കുകൊണ്ട് പറയുന്നു, നമ്മൾ പ്രവൃത്തി കൊണ്ട് ചെയ്യുന്നു. ഓരോ പാപം ചെയ്യുമ്പോഴും ദൈവത്തെ മുറിപ്പെടുത്തുകയാണ്. ഇങ്ങനെ മുറിപ്പെടുത്തി ദൈവത്തെ നമ്മൾ വേദനിപ്പിച്ചിട്ടും ദൈവം കുമ്പസാരക്കുള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് തന്നെയാണ്, മോനെ മോളെ നീ എന്നെ സ്നേഹിക്കുന്നു. നമ്മൾ വീണ്ടും പറയും, ദേ ഞാൻ എന്നെ സ്നേഹിക്കുന്നു. വീണ്ടും ഇറങ്ങിപ്പോകുന്നു, വീണ്ടും പഴയ മുറിപ്പെടുത്തുകൾ നമ്മൾ നടത്തുന്നു, വീണ്ടും വന്ന് മുട്ടുകുത്തുന്നു, വീണ്ടും വന്ന് പറയുന്നു ദേ. പക്ഷേ അപ്പൊ നമ്മൾ ചിന്തിക്കും ഇനി പോണോ എന്ന്. അങ്ങനെയല്ല, ദൈവം മുറിപ്പെടുത്തിയാലും മനസ്സ് തുറന്ന് സ്നേഹിക്കുന്നു. നിന്നെ തിരിച്ച് മുറിപ്പെടുത്താനല്ല, നിന്റെ ഹൃദയത്തെ കീഴടക്കാനാ, നിന്റെ ഹൃദയത്തെ സ്വീകരിക്കാനാ കർത്താവ് ആഗ്രഹിക്കുന്നത്. അതാ നമുക്ക് വേണ്ടത്. ആ സന്തോഷം. എത്ര എന്റെ തമ്പുരാനെ വേദനിപ്പിച്ചാലും എന്റെ തമ്പുരാൻ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ.